ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദി ടോപ്പിക് കൈ-സ്ക്വയർ ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ കുറേ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ അങ്ങനെ സെഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര എക്സെട്ര. അവിടെയൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒബ്സർവേഷൻസ് ആർ ടേക്കൺ ഫ്രം ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ പോപ്പുലേഷൻ നമ്മളവിടെ അസംഷൻ നടത്തിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് ടെസ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളങ്ങനെ അസംഷൻസ് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാധനം ഇന്ന പോപ്പുലേഷൻ ആണെന്നുള്ള അസംഷൻ കൊടുക്കാതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോ അസംഷൻസ് അബൌട്ട് ദി പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെയ്ഡ്. അങ്ങനെ വരുന്ന ടെസ്റ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അങ്ങനെയുള്ളൊരു ടെസ്റ്റാണ് എന്ത് കൈ-സ്ക്വയർ ടെസ്റ്റാണ്. അപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റിൽ നമ്മൾക്ക് അത് ഏത് പോപ്പുലേഷൻ എന്നാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡസ് നോട്ട് ഇൻവോൾവ് ദി ഫോം ഓഫ് ദി പാരൻ്റൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ. ഏത് സാമ്പിൾ എന്നാണ് എടുത്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സോ ഇതൊരു കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് കൈ-സ്ക്വയർ ടെസ്റ്റ്. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് നമ്മളുടെ കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. കാൾ പിയേഴ്സൺ 900 എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ കൈ-സ്ക്വയർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ദ ഇൻഫറൻസസ് അബൌട്ട് ദി പോപ്പുലേഷൻ ഡിസ്പേർഷൻ, മെയിൻലി ദ വേരിയൻസ്. അപ്പോൾ പോപ്പുലേഷൻ ഡിസ്പേർഷൻ ആയിട്ടുള്ള വേരിയൻസിനെ പറ്റിയൊക്കെയുള്ള ഇൻഫറൻസസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു മോസ്റ്റ് സ്യൂട്ടബിൾ ടെസ്റ്റ് ടു കമ്പയർ ദി obtained set of observed frequencies in given categories with a set of theoretical or expected frequencies within them. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് തമ്മിലുള്ള വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ദ കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കോമൺലി ഇമ്പോർട്ടൻസ് ആയി യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് ടു ടെസ്റ്റ് ദി വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ, ടു ടെസ്റ്റ് ദി ഗുഡ്നെസ് ഓഫ് ടെസ്റ്റ്, ടു ടെസ്റ്റ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഈ 3 കേസസിലാണ് നമ്മളിപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ വേരിയൻസ്. പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് വേണ്ടിയിട്ട് കൈ-സ്ക്വയർ ടെസ്റ്റ്. The test is conducted when we want to test if the given normal population has specified variance sigma score equal to sigma naught square. The chi-square test for variance is generally a right-tailed test ആണ്. ഓക്കെ, കൈ-സ്ക്വയർ ടെസ്റ്റ് ഫോർ വേരിയൻസ് വരിക. സോ കൈ-സ്ക്വയർ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ള ഈ രൂപത്തിലാണ് കൈ-സ്ക്വയർ. ഓക്കെ, അത് റീഡ് ചെയ്യേണ്ടത് കൈ-സ്ക്വയർ. So we have to testing h0 sigma score equal to sigma naught score against h0 sigma h1, but h0 അല്ല h1 sigma score greater than h0 score ആയിട്ടാണ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. നൾ ഹൈപ്പോസിസും ഇതും ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്നുള്ള കൺസെപ്റ്റ്. സോ അവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കൈ-സ്ക്വയർ ഈക്വൽ ടു NS² ബൈ സിഗ്മ നോട്ട് സ്ക്വയർ. ഇവിടെ S² എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ സാമ്പിൾ വേരിയൻസ് ആണ്. N സാമ്പിളിൻ്റെ സൈസാണ്. സിഗ്മ നോട്ട് സ്ക്വയർ നമ്മൾ തന്നിട്ടുള്ള വേരിയൻസ് ആണ്. അത് നമ്മൾ കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നൊരു ടേബിൾ വാല്യൂറ്റ് കമ്പയർ ആണ്. സോ ഹിയർ ആൽഫ ഈക്വൽ 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു കൈ-സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ-സ്ക്വയർ ആൽഫ. അപ്പോൾ ഇത് നമ്മൾ ഈ കൈ ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കൈ-സ്ക്വയർ ടേബിളിൽ നിന്ന് കിട്ടും വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിത്ത് ആൽഫ അതിൻ്റെ പ്രോബിലിറ്റി ആയിട്ട് എടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന വാല്യൂ നമ്മൾ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. സോ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൈ-സ്ക്വയർ ക്രിട്ടിക്കൽ റീജിയനിലാണ് നമ്മൾ എന്ത് ചെയ്യണം, h0 റിജക്റ്റ് ചെയ്യണം, അതർവൈസ് ഇറ്റ് ആക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് വിത്ത് എ സ്പെസിഫൈഡ് വെയ്റ്റ്സ് വിത്ത് വേരിയൻസ് ലെസ് ദാൻ 5 യൂണിറ്റ്സ്. എ റാൻഡം സാമ്പിൾ ഓഫ് 10 വാസ് ഫൗണ്ട് ടു ഹാവ് വേരിയൻസ് 6.2 യൂണിറ്റ്സ്. ഈസ് ദ റീസൺ ടു സസ്പെക്ട് ദാറ്റ് ദ പ്രോസസ് വേരിയൻസ് ഹാസ് ഇൻക്രീസ്ഡ്. ഇവിടെ ആൽഫ നമുക്ക് 0.05 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 10 സാമ്പിൾ സൈസുള്ള ഒരു റാൻഡം സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്തു. അതിൻ്റെ വേരിയൻസ് 6.25 ആണ്. നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇസ് ദർ ഈസ് എ റീസൺ ടു സസ്പെക്ട് ദാറ്റ് പ്രോസസ് വേരിയൻസ് ഹാസ് ഇൻക്രീസ്. വേരിയൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആൽഫ 0.05 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയൻസോടെ ലെസ് ദാൻ 5 യൂണിറ്റ്സ് ആണ് വേണ്ടത്. സോ നമുക്ക് തന്ന സാധനങ്ങൾ ആദ്യം എടുത്ത് ചെയ്താൽ സിഗ്മ നോട്ട് സ്ക്വയർ ഈക്വൽ ടു 5 ആയിട്ട് എടുക്കുക. n ഈക്വൽ ടു 10 ആണ്. S² 6.2 ആയിട്ട് തന്നിട്ടുണ്ട്.
here we want to testing that h0 sigma square equal to 5 against h1 sigma square greater than 5. ഇവിടെ h1 ആണ്. then alpha equal to 0.05 corresponding ആയിട്ടുള്ള best critical region omega equal to chi square greater than chi alpha square. ഈ chi alpha squareൻ്റെ വാല്യൂ നമുക്ക് chi square ടേബിൾ നിന്ന് കിട്ടും വിത്ത് n-1 degrees of freedom ആണ്. ഇവിടെ n equal to 10 ആയതുകൊണ്ട് 9 degrees of freedom and the probability alpha equal 0.05 എടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള chi squareൻ്റെ വാല്യൂ ഫ്രം ദ ടേബിൾ ഈക്വൽ ടു 16.92 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ chi square ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ ഇതിനായിട്ട് കമ്പയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് chi square equal to ns square by sigma naught square ആണ്. s സ്ക്വയറും സിഗ്മ നോട്ട് സ്ക്വയർ എന്നും നമുക്ക് നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈസ് 10 into 6.2/5 ദാറ്റ്സ് ഈക്വൽ ടു 12.4. നമ്മൾ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ 12.5 എന്താണ്, ഈ 16.92നേക്കാളും ചെറുതാണ്. സോ ദ കാൽക്കുലേറ്റഡ് വാല്യൂസ് ലൈസ് ഇൻ ദി acceptance region. So we accept h0, that is there is no reason to suspect that the process variance has increased. Okay, next question. A farmer surveyed 4 acres of lands and found the following production of rice in quintals. X is equal to 1269, 1271, 1263, 1265 and decide that his production should have a standard deviation of 2 quintals. Test at 5% of level of significance whether his data is consistent with his supposition. നമുക്ക് ഡാറ്റാസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ സാമ്പിൾ വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യണം. സോ here we are testing h0 sigma square equal to 2 against h1 sigma square greater than 2 ആയിട്ടാണ് നമ്മൾ അതിൻ്റെ എന്ത് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് h1 സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണ്, h1 ആണ്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞാൽ chi square equal to n s square by sigma naught square ആണ്. ഈ n s square by sigma naught square നമുക്കിവിടെ സിഗ്മ നോട്ട് തന്നിട്ടുണ്ട്, എന്നും അറിയാം, എസ് സ്ക്വയർ എന്താ നമുക്ക് അറിയില്ല. സോ എസ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ മാറ്റി ചെയ്ത് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി സ്ക്വയർ ആക്കി മാറ്റി എന്ത് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ ബൈ എൻ ആണ്. അവിടെ എന്നുള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോകും. സോ നമ്മൾ ഇതിനെ സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ നോട്ട് സ്ക്വയർ ആക്കി മാറ്റി. എക്സ് ഐകൾ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1269, 1271, 1263, 1265. സോ അതിൻ്റെ ടോട്ടൽ സമ്മേഷൻ ഈക്വൽ ടു എത്ര വരും, 5068 വരും. സോ എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ഐകൾ ഇതാണെങ്കിൽ എക്സ് ബാർ എന്ത് തരിക, സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ആണ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ. സോ 5068 ആണ് സമ്മേഷൻ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ 4 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 1267 വരും. സോ എക്സ് ബാർ ഈക്വൽ ടു 1267 ആണ്. സോ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഈക്വൽ ടു എത്ര വരും, -2. എന്ത് ഇതിന്നെല്ലാം എക്സ് ബാറുകൾ മൈനസ് ചെയ്യുക. സോ -2 4 -4 -2 വരും. ദെൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദി സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, ദാറ്റ്സ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ 4 16 16 4 അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 14 വരും. സോ നേരെ കൊണ്ടുപോയി എന്താ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ദി chi square value equal to summation xi minus x bar square by sigma naught square equal to 40/2 square, that's equal to 40/4, that's equal to 10 വരും. ഫോർ ആൽഫ ഈക്വൽ ടു 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു chi സ്ക്വയർ ഗ്രേറ്റർ ദാൻ chi ആൽഫ സ്ക്വയർ ആണ്. സോ chi ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ ഫ്രം ദ ടേബിൾ നമ്മൾ കണ്ടുപിടിക്കണം. chi സ്ക്വയർ ടേബിൾ നിന്ന് വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3, ദാറ്റ് ഈസ് n-1, ദാറ്റ് ഈസ് 4 - 1 ആണ് 3 വരും. ആൻഡ് ആൽഫ ഈക്വൽ ടു 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ഈക്വൽ ടു 7.81 വരും. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ്, 10 ആണ്. സോ 10നേക്കാളും ചെറുതാണ് 7.81. Since the calculated value is exceeding the ടേബിൾ വാല്യൂനേക്കാളും വലുതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. അങ്ങനെ പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് വാല്യൂനേക്കാൾ ചെറുതാണ് എന്താണ് ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ എന്താണ് നമ്മളുടെ വാല്യൂ എന്താണ്, നമ്മുടെ ടേബിൾ വാല്യൂനേക്കാളും വലുതാണ് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. സോ h0 റിജക്ഷൻ റീജിയൻ ആണ്. സോ h0 റിജക്റ്റഡ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2 ക്വിൻ്റൽ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ക്വിൻ്റലിന് ഈക്വൽ ആയിരിക്കില്ല നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ chi square ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. കൺസിഡർ എ സെറ്റ് ഓഫ് പോസിബിൾ ഇവൻറ്റ്സ് 1 2 3 etc. to an arranged in n classes or cells. Let these events occurs with frequencies O1 O2 etc. OM. അതിൻ്റെയൊക്കെ ഫ്രീക്വൻസീസ് ഒക്കെ O1 O2 etc. ON അത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്. ലെറ്റ് ദം ബി എക്സ്പെക്റ്റഡ് ടു ഒക്കർ യൂസിങ് ദി കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി വിത്ത് ഫ്രീക്വൻസീസ് E1 E2 etc. En.
is called expected frequencies. So observed frequencies ആണ് OI കൾ, expected frequencies ആണ് EI കൾ. A measure of dispersion exists between the observed and expected frequencies can be found by using the test statistic chi-square and is given by chi-square equal to summation I equal to 1 to n OI minus EI the square divided by EI. ഇവിടെ OI എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും EI എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ്. ഇഫ് n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസീസ് ആണ്, then we must have summation OI equal to summation EI. അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് സമ്മേഷനും ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് സമ്മേഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. Then the following are some points to be considered while using chi-square test. നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് chi-square ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. In a set of observation which are subject to the linear constraints, summation OI equal to summation EI, 1 degrees of freedom lost. Summation OIയും summation EIയും ഈക്വൽ ആയിട്ട് നമ്മൾ 1 degrees of freedom നമ്മൾ കുറക്കണം. Therefore, the application of chi-square with the n cell frequencies, the degrees of freedom V equal to n minus 1 ആയിട്ട് മാറും. Second point, if we have to estimate the parameter via P, that is the binomial distribution parameter ആണ് P, lambda for Poisson distribution, mu and sigma square for normal distribution. To compute the theoretical or expected frequencies of the distribution, then 1 more degrees of freedom has to be subtracted from each parameter estimated. നമ്മൾ ഏതെങ്കിലും പാരാമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട രൂപത്തിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. തേർഡ് വൺ, if any of the expected cell frequency is less than 5, ഏതെങ്കിലും expected frequencies 5നേക്കാളും താഴെയാണ് എങ്കിൽ, then we combine or pool with the preceding or succeeding cell frequencies as the case may be. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് തൊട്ട് മുമ്പത്തെ ആയിട്ട് അതിന് എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തിട്ട് ഏതെങ്കിലും കഴിഞ്ഞിട്ട് വരുന്നതായിട്ട് കമ്പൈൻ ചെയ്താൽ സോ ദാറ്റ് റിസൾട്ടിങ് ഫ്രീക്വൻസീസ് ഗ്രേറ്റർ ദാൻ 5 ആവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പൂൾ ചെയ്യണം, വിച്ച് മീൻസ് കമ്പൈൻ ചെയ്യണം. ഇൻ ദിസ് കേസ് 1 degrees of freedom has to be adjusted. അവിടെ എന്താണ്? ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. Fourth one, the sample size n should be large, that is more than 50 ആയിരിക്കണം. ലാർജ് സാമ്പിൾ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് chi-square ടെസ്റ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള ഫോർ ഗുഡ്നെസ് ഓഫ് ഇറ്റ്. ഇഫ് ദ ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻ ദി ഫോം ഓഫ് എ 2-way ടേബിൾ, അതായത് നമുക്കിപ്പോൾ 2 കേസായിട്ടാണ് തന്നിട്ടുള്ളെങ്കിൽ അപ്പോൾ 2x2 ടേബിൾ ആണെങ്കിൽ നമ്മൾ 2x2 കണ്ടിൻജൻസി ടേബിൾ എന്നാണ് വിളിക്കുക. ആൻഡ് ഇഫ് ദർ ആർ റോസ് ആൻഡ് C കോളംസ് ഹാവ് നോ പാരാമീറ്റർ ആർ എസ്റ്റിമേറ്റഡ്, അപ്പോൾ 6 റോസും 6 കോളംസും ഉള്ളൊരു ടേബിൾ രൂപത്തിലാണ് നമുക്ക് ഡാറ്റാസിന് മാറ്റാൻ പറ്റുന്നത് എങ്കിൽ അവിടെ ഒരു അവിടെ ഒരു പാരാമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കേസ് ഇല്ല എങ്കിൽ R-1 into C-1 ആയിരിക്കും ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. The chi-square formula can also be written as chi-square equals summation OI square by EI minus capital N ആയിട്ട് നമുക്ക് അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസീസ് ആണ്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? സംഭവം ക്ലിയർ ആവും. 4 coins are tossed 80 times. 4 കോയിൻ എന്ത് ചെയ്തു? 80 times നമ്മൾ ടോസ് ചെയ്തു. ടൈം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഈസ് ഗിവൺ ബിലോ. അതായത് ഹെഡ് വരുന്നത് നമ്പർ ടൈം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഹെഡ്സ് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം. അതിൻ്റെ ഫ്രീക്വൻസീസ് 4, 20, 32, 18, 6, ടോട്ടൽ 80 ടൈംസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സോ അപ്ലൈ chi-square ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് അറ്റ് 1% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇഫ് ദ കോയിൻ ഈസ് അൺബയാസ്ഡ്. അതിൻ്റെ chi-square ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ. സോ ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റൈൻഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു വെൻ 4 coins ആർ ടോസ്ഡ്. ദെൻ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം എന്താണ്? ഹെഡ് ടോസ് ചെയ്യുമ്പോൾ വി ഹാവ് ഓൺലി 2 കണ്ടീഷൻ, ഒന്നുകിൽ ടെയിലാകാം അല്ലെങ്കിൽ ഹെഡ് ആകാം. ഓക്കെ, സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 4 കോയിനാണ് ടോസ് ചെയ്യുന്നത്. ബൈനോമിയൽ ദാറ്റ് ഈസ് ബി ഓഫ് 4 1/2. പ്രോബിലിറ്റി സക്സസ് 1/2 ആയിരിക്കും. നമ്പർ ഓഫ് സാമ്പിൾ എത്ര? 4 കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നത് ഈസ് 4. ഇഫ് ദ കോയിൻസ് ആർ അൺബയാസ്ഡ്, therefore the expected frequencies are given by f of x is equal to ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF നമുക്ക് അറിയാവുന്നതാണ്. NCX p⁻x into q⁻n-x ആണ്. സോ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് f of x is equal to n into NCX p⁻x into q⁻n-x. ഇവിടെ p എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്, q എന്ന് പറഞ്ഞാൽ 1 - p, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലർ ആണ്. n എന്ന ടോട്ടൽ ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ, എക്സ് ക്യാൻ ടേക്ക് വാല്യൂസ്. എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും? 0, 1, 2, 3, 4 വരെ.
Therefore f of 0 എന്ന് പറഞ്ഞാൽ 80 into 4 C0 1/2 raised to 0 1/2 raised to 4 that's equal to എത്ര വരും 80 into 4 C0 പറഞ്ഞാൽ 1 വരും 1/2 raised to 0 ആണ് 1 വരും 1/2 raised to 4 ആണെന്നാലും കാൽക്കുലേറ്റ് സോ വി ഗെറ്റ് ദി ആൻസർ 5 കിട്ടും. Then f of 1 equal to 80 into 4C1 1/2 raised to 1 into 1/2 raised to 3 എക്സിന് പകരം 1 കൊടുത്താൽ കിട്ടുന്ന വി ഗെറ്റ് 20 കിട്ടും. എക്സിന് പകരം 2 കൊടുക്കുക 3 കൊടുക്കുക 4 കൊടുക്കുക സോ വി ഗെറ്റ് എഫ് ഓഫ് 2 ഈക്വൽ ടു 80 into 4C2 1/2 സ്ക്വയർ into 1/2 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 30 വരും. എഫ് ഓഫ് 3 ഈക്വൽ ടു 80 into 4C3 1/2 ക്യൂബ് 1/2 raised to 1 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 20 കിട്ടും. എഫ് ഓഫ് 4 ഈക്വൽ ടു 80 into 4C4 1/2 raised to 4 into 1/2 raised to 0 ദാറ്റ്സ് ഈക്വൽ ടു 5 കിട്ടും. സോ ഇതാണ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂസ്. ഹിയർ വി ഹാവ് ടു സെറ്റ് അപ്പ് ദി ഹൈപ്പോത്തസിസ് ദാറ്റ് നമുക്ക് ആ കോയിൻ അൺബയാസ്ഡ് ആണോ അല്ലെന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ H0 take the coin are unbiased against H1 the coins are biased ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. In other words we are assuming that there is no significant difference between observed and expected frequencies. Observed frequencies ഉം expected frequencies തമ്മിലൊരു ഡിഫറൻസും ഇല്ല നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. Under H0 the test statistic is equal to chi-square equal to summation I equal to 1 to n OI minus EI the whole square by EA. നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും നമുക്ക് ഇപ്പോൾ കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ടേബിളിലേക്ക് മാറ്റുന്നു. നമ്പർ ഓഫ് ഹെഡ്സ് 0 1 2 3 4 ആണ്. നമ്പർ ഓഫ് ടോസസ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും കറസ്പോണ്ടിങ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആയിട്ട് നമ്മൾ മാറ്റി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് OI ഈക്വൽ ടു 4 20 32 18 6 ടോട്ടൽ പറഞ്ഞാൽ 80 വരും. നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് EI ഈക്വൽ ടു 5 20 30 25 ടോട്ടൽ EI എന്ന് പറഞ്ഞാൽ 80 വരും. ഇത് നമുക്ക് OI മൈനസ് EI ദി സ്ക്വയർ ബൈ EI ആണ് കണ്ടുപിടിക്കുന്നത്. സോ OI മൈനസ് EI കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് OI എന്ന് EI മൈനസ് EI -1 0 2 -2 1 വരും. OI മൈനസ് EI ദി സ്ക്വയർ ആണ് അത്ര വരും ഇതിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1044 വരും. ദെൻ OI മൈനസ് EI ദി സ്ക്വയർ ബൈ EI ഇതിനെന്ത് ചെയ്യുക EI കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 0.20 0 0.13 0.20 0.20 അതിൻ്റെ ടോട്ടൽ സമ്മാണ് 0.73. ഇതാണ് നമ്മുടെ chi-square വാല്യൂ എന്ന് പറഞ്ഞത്. സോ chi-square ഈക്വൽ ടു 0.73. ഇനി നമുക്ക് എന്താണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എ ടേബിൾ വാല്യൂ ഫോർ chi-square ഇസ് ഗിവൺ ബൈ റെഫറിങ് ടേബിൾ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ 5 - 1 ദാറ്റ്സ് ഈക്വൽ ടു 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് പ്രോബിലിറ്റി ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഈക്വൽ ടു 0.01 ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് chi-square വാല്യൂ ഈക്വൽ ടു 13.28 കിട്ടും ഫ്രം ദി chi-square ടേബിൾ. സോ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ് 0.73 ആണ്. അത് എത്രയോ ചെറുതാണ് നമ്മുടെ ടേബിൾ വാല്യൂനേക്കാളും. സോ നമ്മൾ എന്താണ് ആക്സെപ്റ്റൻസ് റീജിയനിലാണ് നമ്മളുടെ H0 കിടക്കുന്നത്. സോ H0 ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ കോയിൻസ് ഈസ് അൺബയാസ്ഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും തമ്മിൽ നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഫിറ്റ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ടു ദി ഫോളോവിങ് ഡാറ്റ ആൻഡ് ടെസ്റ്റ് ദി ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ടെസ്റ്റ് ദി ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 3 4 5 6 വന്നിട്ടുണ്ട്. ദെൻ കറസ്പോണ്ടിങ് y ഈക്വൽ ടു 275 72 37 5 2 1 ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യണം. ഇവിടെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിട്ടുള്ളത്. സോ എക്സ് ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ അതിൻ്റെ PDF നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സോ ടു ഡിറ്റർമിൻ ദി എക്സ്പെക്റ്റഡ് പോയിസോൺ ഫ്രീക്വൻസീസ് വി ഹാവ് ടു എസ്റ്റിമേറ്റ് ലാംഡ. ഇവിടുത്തെ പാരാമീറ്റർ ലാംഡ നമ്മൾ കണ്ടുപിടിക്കണം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആവറേജ് ആണ്. സോ ലാംഡ ഈക്വൽ എക്സ് ബാർ ദാറ്റ് ഈസ് സമ്മേഷൻ FI/XI/N ആണ് വരിക. സോ FI/XI കണ്ടുപിടിക്കുക. എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസീസ് ആണ്, എക്സ് എന്ന് പറഞ്ഞതാണ്. സോ അത് നമ്മൾ മൾട്ടിപ്ലൈ അതിൻ്റെ ടോട്ടൽ സമ്മൺ കൊടുക്കുക ഡിവൈഡ് by n കൊടുക്കുക. ദാറ്റ് ഈസ് 0 × 275 പ്ലസ് 1 × 72 പ്ലസ് 2 × 30 പ്ലസ് 3 × 7 പ്ലസ് 4 × 5 പ്ലസ് 5 × 2 പ്ലസ് 6 × 1 ഡിവൈഡഡ് ബൈ എല്ലാ ഫ്രീക്വൻസീസിൻ്റെ സം. ദാറ്റ് ഈസ് 275 പ്ലസ് 72 പ്ലസ് 30 പ്ലസ് 7 പ്ലസ് 5 പ്ലസ് 2 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 189/392 ദാറ്റ്സ് ഈക്വൽ ടു 0.48. ഇവിടുത്തെ ലാംഡ ഈക്വൽ ടു 0.48 നമുക്ക് കിട്ടി. സോ നമ്മളൊരു പാരാമീറ്ററോടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ -7 നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ,
ദ പോയിസോൺ ഫ്രീക്വൻസീസ് ഓഫ് ദി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കറിയാവുന്നതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. സോ ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ ടോട്ടൽ നമ്പർ n കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 392 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.48 into 0.48 all raised to x by x factorial, where x take the values 0, 1, 2, 3, 4, 5, 6 വരെ. So f of 0 കണ്ടുപിടിക്കുക, f of 1 കണ്ടുപിടിക്കുക, f of 2 കണ്ടുപിടിക്കുക, f of 3 കണ്ടുപിടിക്കുക, എക്സെട്ര. So f of 0 equal to എത്ര വരും? 392 into minus 0.48 into 0.48 all raised to 0 divided by 0 factorial. That's equal to 242.56 വരും. നമ്മൾ അപ്രോക്സിമേറ്റ് 243 നമ്മൾ ചൂസ് ചെയ്തു. എഫ് ഓഫ് 1 അതുപോലെ കണ്ടുപിടിക്കുക, എക്സിലോടുത്ത് 1 കൊടുക്കുക. ദാറ്റ് ഈസ് 392 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.48 ഇൻറ്റു 0.48 ഓൾ റേസ് ടു 1 ബൈ 1 ഫാക്ടർ. ദാറ്റ്സ് ഈക്വൽ ടു 116.43 നമ്മൾ 116ലേക്ക് നമ്മളതിനെ അപ്രോക്സിമേറ്റ് ചെയ്തു. അതേപോലെ എഫ് ഓഫ് 2 കണ്ടുപിടിക്കുക, എഫ് ഓഫ് 3 കണ്ടുപിടിക്കുക, എഫ് ഓഫ് 4 കണ്ടുപിടിക്കുക, എഫ് ഓഫ് 5 കണ്ടുപിടിക്കുക, എഫ് ഓഫ് 6 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 2 ഈക്വൽ ടു നമുക്ക് 27.94 കിട്ടിയാൽ നമ്മൾ 28ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തു. എഫ് ഓഫ് 3 4.47 നമ്മൾ 4ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തു. എഫ് ഓഫ് 4 നമ്മൾ 1ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തു. എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0.005 ആണ്, നമ്മൾ 0ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തു. എഫ് ഓഫ് 6 അതുപോലെ തന്നെ 0.004 ആണ്, നമ്മൾ അപ്രോക്സിമേറ്റ് ടു 0 കൊടുത്തു. സോ അങ്ങനെ എടുത്ത ടോട്ടൽ സമ്മ് എത്ര വരണം? എത്രയാണോ നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ ഒബ്സേർവ്ഡ് വാല്യൂസിൻ്റെ സമ്മ് വെട്ടിയിട്ടുള്ളത്, അതേ സമ്മനായിരിക്കണം എക്സ്പെക്റ്റഡിൻ്റെ ഫ്രീക്വൻസീസും കിട്ടേണ്ടത്. ഓക്കെ, സോ ആ രൂപത്തിലാണ് നമ്മളുടെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ വി ഹാവ് ടു സെറ്റ് അപ്പ് ദി ഹൈപ്പോത്തസിസ് ദാറ്റ് H0 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഗുഡ് ഫിറ്റ് ടു ദി ഗിവൺ ഡാറ്റ എഗനസ്റ്റ് H1 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോട്ട് എ ഗുഡ് ഫിറ്റ് ടു ദി ഗിവൺ ഡാറ്റ നമ്മളതിന് ടെസ്റ്റ് ചെയ്യണം. സോ യുവർ ടെസ്റ്റ് ദ ടാസ്റ്റിസ്റ്റിക് കൈ സ്ക്വയർ ഈക്വൾ സമ്മേഷൻ i ഈക്വൾ 1 to n OI മൈനസ് EI ദി സ്ക്വയർ ബൈ EI ആണ് നമ്മളുടെ ഇക്വേഷൻ. സോ നമ്മളതിനെ ഈ ഒ ഐയും ഇ ഐ ഒക്കെ ടേബിളിലേക്ക് മാറ്റുക. സോ ഒ ഐ ഈക്വൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്. ദാറ്റ് ഈസ് 275, 72, 30, 7, 5, 2, 1 ആണ്. ടോട്ടൽ സം ആണ് 392 ആണ്. ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് നമ്മൾ ടോട്ടൽ സം 392 വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഇപ്പോൾ 243 എടുത്തിട്ട് ഒരു കൂടുതലാണെങ്കിൽ നമ്മൾ 242ലേക്ക് നമ്മളതിനെ കുറയ്ക്കണം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, രണ്ട് സമം ഈക്വൽ ആക്കാനാണ്. സോ ഇ ഐ ഈക്വൽ ടു 243, 116, 28, 4, 1, 0, 0. ഓക്കെ, ഒ ഐ മൈനസ് ഇ ഐ നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഏതെങ്കിലും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസോ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസോ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 5നേക്കാളും താഴെ വരുന്നുണ്ടോ നോക്കണം. കൈസ്കോ ടെസ്റ്റിൽ എല്ലാ ഫ്രീക്വൻസീസും 5 അല്ലെങ്കിൽ അതിന് മുകളിലോ വരണം. സോ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വരികയാണെങ്കിൽ അതിനെ പ്രീവിയസ് ആയിട്ട് വരുന്നതിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന സാധനങ്ങളായിട്ട് ആഡ് ചെയ്യണം. സോ ഇവിടെ 2ഉം 1ഉം എന്താണ് നമ്മളുടെ 5നേക്കാളും താഴെയാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, 7, 5, 2, 1 നമ്മൾ എല്ലാം കൂടി അങ്ങ് സം ചെയ്തു. സോ 15 കിട്ടി. സോ അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അതുപോലെ സം ചെയ്യാം. അപ്പോൾ ഇവിടെ 5 വരും. ഓക്കെ, ഇവിടെ 4ഉം 1ഉം കൂട്ടിയാൽ 5 വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 സാധനം കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനി ഒറ്റ സാമ്പിളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒ ഐ മൈനസ് ഇ ഐ എത്ര വരും? 10 വരും. ഒ ഐ മൈനസ് ഇ ഐ സ്ക്വയർ എത്ര വരും? 100 വരും. അതിന് ഒ ഐ മൈനസ് ഇ ഐ സ്ക്വയർ ബൈ ഇ ഐ എത്ര വരും? 20.00 വരും. ഓക്കെ, ഇ ഐ ആയിട്ട് എടുക്കേണ്ട എത്രയാണ്? 5 ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഒ ഐ മൈനസ് ഇ ഐ ഹോൾ സ്ക്വയർ, ഒ ഐ മൈനസ് ഇ ഐ സ്ക്വയർ ബൈ ഇ ഐ എല്ലാത്തിൻ്റെയും കണ്ടുപിടിച്ചു. അതിൻ്റെ ടോട്ടൽ സമ്മാണ് 41.04. ഇതാണ് എൻ്റെ അതിൻ്റെ കൈ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ. കൈ സ്കോർ ഈക്വൽ 41.04. ദെൻ ടേബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്താണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീക്വൻസി ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഇവിടെ പൂളിങ്ങും നടന്നിട്ടുണ്ട്. സോ 7 മൈനസ് 1, ഈ 1 എന്ന് പറഞ്ഞാൽ ഒ ഐ മൈനസ് ഇ ഐ ഈക്വൽ ആയതിനുള്ള ഇതാണ് അത് വരുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, -3 -1. ഇവിടെ -3 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 സെൽഫ് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഒ ഐ മൈനസ് സമ്മേഷൻ ഇ ഐ ഈക്വൽ ആയതാണ്. സോ 7 -1 -3 -1 ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തിനാണ്, സമ്മേഷൻ ഒ ഐ മൈനസ് സമ്മേഷൻ ഇ ഐ ഈക്വൽ ആയതിന് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ലാംഡ കണ്ടുപിടിച്ചതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ പൂളിങ് 3 സെൽഫ് ഫ്രീക്വൻസീസ് പൂൾ ചെയ്തതിനാണ് എന്ത് ഈ 3 - 8. ആൽഫ 0.05 കറസ്പോണ്ടിങ് ആയിട്ട് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ കൈ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രം ദി ടേബിൾ 5.991 ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കൈ സ്ക്വയർ എത്ര? 41.004 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിനേക്കാളും എത്രയോ നമ്മൾ ടേബിൾ വാല്യൂവിനേക്കാൾ എത്രയോ വലുതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. സോ കൈ സ്ക്വയർ ഈക്വൽ ടു
41.04 is greater than 5.991, which is the calculated value is greater than the table value. അതുകൊണ്ടാണ് അത് റിജക്ഷൻ റേഞ്ചിലാണ്. സോ H0 is rejected. That is, uh, there is no argument with the observed and theoretical frequencies, which says that probability density, നമ്മുടെ Poisson distribution is not a good fit to the given data നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ നേരത്തെ ഇവിടെ തിയറി ആയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Chi-square ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5-6 പോയിന്റുകൾ. ആ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക. ക്ലിയർ?